ഇറാൻ യുദ്ധം കനക്കുകയും ആഗോളതലത്തിൽ അനിശ്ചിതാവസ്ഥകൾ രൂക്ഷമാവുകയും ചെയ്തതോടെ ആഗോളതലത്തിൽ ഡോളറിനെതിരെ മറ്റ് കറൻസികളെല്ലാം കനത്ത ഇടിവാണ് നേരിടുന്നത്. ഇന്ത്യൻ രൂപയും ഈ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. 95 എന്ന ലെവലും ബ്രേക്ക് ചെയ്ത് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന മൂല്യത്തിലേക്ക് മാർച്ച് 30 രൂപ വീണു. രൂപയുടെ വിനിമയ മൂല്യം നിയന്ത്രിക്കാനുള്ള അധികാരമുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. RBIയുടെ എമർജൻസി പ്ലാൻ 1997 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയിലും 2013 ടേപ്പർ ടാൻട്രം കാലത്തും ഇന്ത്യൻ കറൻസിയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചിരുന്നു. രൂപയെ രക്ഷിക്കാൻ RBIയുടെ ഇടപെടൽ എങ്ങനെയെന്ന് നോക്കാം. 2013 അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കൂട്ടാൻ തുടങ്ങിയപ്പോൾ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ പിൻവലിക്കാൻ തുടങ്ങി. സാമ്പത്തികമായി തകരാൻ സാധ്യതയുള്ള 5 രാജ്യങ്ങളുടെ പട്ടികയിലാണ് അന്ന് ഇന്ത്യയെ ഉൾപ്പെടുത്തിയത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രൂപയുടെ മൂല്യം 15% ഇടിഞ്ഞു. അന്ന് FCNRB അഥവാ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ടുകൾക്കായി സ്വാപ്പ് വിൻഡോ തുറക്കുകയാണ് RBI ചെയ്തത്. പ്രവാസികൾക്ക് ഇന്ത്യൻ ബാങ്കുകളിൽ ഡോളർ നിക്ഷേപിക്കാൻ വൻ ആനുകൂല്യങ്ങൾ നൽകി. ഒറ്റ രാത്രി കൊണ്ട് $26 ബില്യൺ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത്. രൂപയെ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് അന്ന് ആ നീക്കം രക്ഷിച്ചത്. അതിനേക്കാൾ വലിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങളും ആഗോള പ്രതിസന്ധികളും കാരണം രൂപയുടെ മൂല്യം ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പക്ഷേ 2013 നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ കയ്യിൽ $700 ബില്യൺ വിദേശ നാണയ കരുതൽ ശേഖരമുണ്ട്. രൂപയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ വലിയ തുകയാണ് RBI ഈ കരുതൽ ശേഖരത്തിൽ നിന്ന് വിപണിയിൽ ഇറക്കിയത്. രൂപയുടെ മൂല്യം ഒരു പരിധിക്കപ്പുറം ഇടിയാതിരിക്കാനുള്ള സജീവമായ ഇടപെടലാണ് ഇത്തരത്തിൽ RBI നടത്തുന്നത്. ലിക്വിഡിറ്റിയാണ് രാജാവെന്ന് 1997 പ്രതിസന്ധി RBIയെ പഠിപ്പിച്ചു. നിലവിലെ RBIയുടെ പ്ലാനിൽ അതിനാൽ പ്രധാനമായും 3 കാര്യങ്ങളുണ്ട്. ഓയിൽ വിൻഡോ അഥവാ പെട്രോളിയം കമ്പനികൾക്ക് ഡോളർ നേരിട്ട് നൽകുന്ന സംവിധാനം. അതുകൊണ്ട് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡോളർ വാങ്ങില്ല, രൂപയുടെ മൂല്യം ഇടിയുകയുമില്ല. രണ്ടാമത്തേത് ഡോളറിനേക്കാൾ രൂപ കൈവശം വയ്ക്കാൻ ആകർഷകമായ രീതിയിൽ പലിശ നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തുന്ന സംവിധാനമാണ്. മൂന്നാമതായി സ്വർണത്തിൻ്റെ മേലുള്ള നിയന്ത്രണം. ഡോളർ അമിതമായി വിദേശത്ത് പോകാതിരിക്കാൻ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കൂട്ടുന്നു. രൂപയുടെ കാര്യത്തിൽ അമിത ആശങ്ക വേണ്ടെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. 2013 ശക്തമാണ് ഇന്നത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. പക്ഷേ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെയും മറ്റും വില കുറച്ച് കൂടിയേക്കാമെന്ന് മാത്രം.